നമുക്കറിയാം വേടന്റെ രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ വേടന്റെ പാട്ടുകൾക്കെതിരെ ഒരുപാട് പേരാണ് രംഗത്ത് വന്നിരുന്നത്. അപ്പോൾ നമുക്കറിയാം ശശികല ടീച്ചർ മുതൽ അല്ലെങ്കിൽ കേസരി പത്രാധിപനായിട്ടുള്ള NR മാധു മുതൽ അങ്ങനെ ഒരുപാട് ആളുകളാണ് രംഗത്ത് പല മേഖലകളിൽ നിന്നും രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ NR മധുവിന്റെ പ്രസ്താവനകൾ ഒരുപാട് വിവാദമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വേടന്റെ രാഷ്ട്രീയത്തോടാണ്, വേടന്റെ പാട്ടുകളോടോ അല്ലെങ്കിൽ വേടനോടോ അല്ല, വേടന്റെ രാഷ്ട്രീയത്തോടാണ് അദ്ദേഹത്തിന് എതിർപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേടന്റെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് കഴിഞ്ഞ ദിവസം വേടൻ തന്നെ പറഞ്ഞിരുന്നു തൻ്റെ രാഷ്ട്രീയം എന്താണ്. തൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BR അംബേദ്കറുടെ രാഷ്ട്രീയമാണെന്ന് വേടൻ കൃത്യമായി പറയുന്നുണ്ട്. സാധാരണപ്പെട്ട അരികുവൽക്കരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ആ ഒരു രാഷ്ട്രീയമാണ് വേടൻ എപ്പോഴും കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ വേടന്റെ പാട്ടുകളിലൂടെ വേടൻ പറയാൻ നടക്കുന്നത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയെ മുന്നേക്ക് കൊണ്ടുവരിക എന്ന ചിന്തയോടുകൂടി അല്ലെങ്കിൽ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള അരികുവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഒപ്പം നിൽക്കുക എന്നൊരു രാഷ്ട്രീയമാണ്, ആ BR അംബേദ്കറുടെ രാഷ്ട്രീയമാണ് വേടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. NR മധു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BR അംബേദ്കറുടെ രാഷ്ട്രീയമാണ്. അപ്പൊ NR മധുവിന്റെ രാഷ്ട്രീയത്തിന്റെ വിയോജിപ്പ് അംബേദ്കറുടെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വിരോധമാണ് അല്ലെങ്കിൽ വിയോജനമാണ് ആ രാഷ്ട്രീയം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേടനെതിരെ പറയുമ്പോൾ അല്ലെങ്കിൽ വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനെതിരെ പറയുമ്പോൾ, വേടന്റെ പാട്ടിനോടല്ല, വേടന്റെ രാഷ്ട്രീയത്തോടാണെങ്കിൽ വേടന്റെ രാഷ്ട്രീയം BR അംബേദ്കർ രാഷ്ട്രീയമാണെന്ന് വേടൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് BR അംബേദ്കറെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് BR അംബേദ്കറാണ്. നെഹ്റുവിന്റെ പാർലമെന്റിലെ ആദ്യത്തെ നീതി മന്ത്രിയായിരുന്നു, നീതി നിയമ മന്ത്രിയായിരുന്ന BR അംബേദ്കർ നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയ ഒരാളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോട് എന്തിനാണ് വിയോജിപ്പ്? വേടൻ പറയുന്ന എല്ലാ വേടന്റെ പാട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ജാതി വർണ്ണനയ്ക്കെതിരെയും അതേ കൂട്ടുള്ള അടിമത്തത്തിനെതിരെയുമാണ് വേടൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം വേടനെതിരെ പരാതി കൊടുത്ത ആള് പറഞ്ഞത് പ്രധാനമന്ത്രി അവഹേളിക്കുന്നതാണ്. ഇപ്പം അത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുൻപ് വേടൻ പാടിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന പാട്ടായിരുന്നു. ആ പാട്ടിൽ മോദി എന്നെടുത്ത് പറയുക അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ല, തലമുറകളായിട്ട് വേടനും വേടന്റെ സമുദായവും അനുഭവിച്ചു വരുന്ന കുറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമാണ് വേടൻ ആ പാട്ടിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നീട് എന്തിനു വേണ്ടിയാണ് ഈ ഒരു മോദിയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ഈ വേടൻ മോദിയെ അവഹേളിച്ചുകൊണ്ടാണ് പാടിയത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് തന്നെ വേടനിലൂടെ മോദി അവഹേളിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ. ഒരു കലാകാരൻ്റെ ഒരു പാട്ട് പാടുന്നത്, ഇപ്പൊ ഒരാൾ കമ്മ്യൂണിസത്തെ കുറിച്ച് ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മാത്രമല്ലോ. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്. അപ്പൊ ആ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസം കൊണ്ട് നടക്കുന്ന ആളുകളൊന്നുമല്ല. അതേപോലെ തന്നെ ഇങ്ങനെ നടത്തുന്ന അല്ലെങ്കിൽ മേൽജാതി പണ്ട് തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രം അതാണല്ലോ. അടിമത്തം കൊണ്ട് നടക്കുന്ന കുറച്ച് മേൽജാതിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പണം കയ്യിലുള്ളവൻ ആ രീതിയിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു കാര്യമെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ചരിത്രം ഇപ്പോൾ ഈ NR മധുവൊക്കെ ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ ആരാണ് ജാതി ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ജാതി പറയുന്നത് എന്നൊക്കെയാണ്. ഇപ്പോഴും ജാതി ഉണ്ടെന്നേ, എല്ലാ സ്ഥലത്തും ജാതിയുണ്ട്. ഈ ജാതിയുടെ പേരിൽ അരികുവൽക്കരിക്കപ്പെടുന്ന ഒരുപാട് ജനത ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം, ഇപ്പോഴും ഈ അടുത്ത നാളുകളിലായിട്ട് നമ്മൾ വാർത്തകൾ വന്നിരുന്നു അല്ലെങ്കിൽ വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നു, മന്ത്രിയുടെ ഓഫീസിൽ ചെന്നൊരു ദളിത് സ്ത്രീയെ അപമാനിച്ചു വിട്ടത്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അവർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇന്നും ജാതിയെ ഈ പറയുന്ന സർക്കാർ ഓഫീസുകളിൽ തന്നെയാണ് ഈ ജാതി ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം വേടൻ പറയുന്ന അതേ രാഷ്ട്രീയം തന്നെ അതേ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചു പേരൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഏതൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് അവകാശമില്ലാത്ത എന്തോ ഒന്ന് നേടിയെടുക്കാൻ പോകുന്ന രീതിയിലാണ്. പലപ്പോഴും പോലീസ് സ്റ്റേഷന്റെ തിണ്ണനിറങ്ങേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളുടെ തിണ്ണനിറങ്ങേണ്ട ഒരു അവസ്ഥ, അവരുടെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അവരെ പോലീസുകാരാണെങ്കിലും ആരാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഒരു സാധാരണപ്പെട്ട ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണപ്പെട്ട ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാൻ നിൽക്കുമ്പോൾ അവൻ അവിടെ കുമ്പിട്ട് മണിക്കൂറുകളോളം കാത്തു കെട്ടിക്കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതേസമയം ഈ പ്രിവിലേജ് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസുകാർ അവിടെ സീറ്റ് മാറ്റി കൊടുത്ത് സാറേ ഇരിക്കുമോ എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി അവരുടെ പരാതികൾ എഴുതി വാങ്ങിച്ച് പരാതി ഫയൽ ചെയ്യും. ഒരു സാധാരണപ്പെട്ടവനാണ് വരുന്നതെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കും,
കുറച്ച് കഴിയുമ്പോൾ വലിയ എന്ത് പരാതി എന്തുവാ, എന്നിട്ട് അവരോട് ദേഷ്യപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഈ സാധാരണപ്പെട്ട ആളുകളോടാണ്. അതെ, ഈ സാധാരണപ്പെട്ട ആളുകൾ പരാതിയുമായി ചെല്ലുമ്പോൾ അവസാനം വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ കേസ് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ദളിത് സ്ത്രീയിൽ കണ്ടത്. അപ്പൊ അവര് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയാണ് പോയത്. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്ന ഒരാളോട് പോലും, ഒരു ദളിത് സ്ത്രീയോട് പോലും ഇപ്പോഴും ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ അകറ്റി നിർത്തൽ കാണിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടെന്നേ. എന്നിട്ടാണ് ഈ പറയുന്നത് ഇന്നും ഇങ്ങനെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ വേടന്റെ ഒരു രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല. ഇവരൊക്കെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇവരെന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കും, നമുക്കറിയാം എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും ഒരു സഹായങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടാകില്ല. ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ പാർട്ടി ചേർന്ന് ഞങ്ങൾക്ക് ഇന്നൊക്കെ കയറണം, ഞങ്ങൾ സാധാരണപ്പെട്ട അവർക്ക് ആ ഒരു വിദ്യാഭ്യാസമേ ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ളൂ. അവരുടെ മക്കൾക്ക് ഇപ്പോഴും അവര് +2 കഴിഞ്ഞിട്ട് കൂലിപ്പണിക്ക് മറ്റ് അതുകൂട്ടുള്ള ജോലികൾക്കും പോകുന്ന ആളുകളാണ്. അതിൽ നിന്നും കുറച്ചു പേർ മാത്രമാണ് ഇപ്പോഴും നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സർക്കാർ ജോലിയിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ പോകുന്നത്. നമ്മൾ കൂടുതലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു കമ്മ്യൂണലായിട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ കോളനി അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഇവരെ അകറ്റി നിർത്തുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഈ കോളനി അങ്ങനെ പരാമർശങ്ങളൊന്നും നടത്തരുത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കോളനി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും കൂടുതലും ജീവിക്കുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ SC വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരിക്കും കൂടുതലുള്ളത്. അപ്പം ഈ പ്രദേശങ്ങളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പഴയ ആളുകൾ ഇപ്പോഴും ആ ഒരു രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. അവരുടെ മക്കൾ ആ ഒരു പരിസരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേർ അവർ മാത്രമായിരിക്കും കൃത്യമായി വിദ്യാഭ്യാസം നേടി ഉപരിപഠനം എല്ലാം കഴിഞ്ഞ് കൃത്യമായി പോകുന്നത്. പലപ്പോഴും ഉപരിപഠനത്തിന്റെ പകുതി സമയമാകുമ്പോഴത്തേക്ക് ഇവരെന്തെങ്കിലും ജോലിക്ക് പോവുകയാണ്. കാരണം പറയുന്ന ആളുകൾക്കാണ് എന്നാൽ ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ സർക്കാർ സംവരണ സീറ്റുകൾ നൽകുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സംവരണം നൽകുക, അവർക്ക് മാർക്ക് കുറഞ്ഞാലും ഏതൊരു സ്ഥാപനത്തിലും എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാനുള്ള രീതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു മാറ്റി നിർത്തൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, ഈ സംവരണത്തിൽ എപ്പോഴും നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് സംവരണം ഉണ്ടായിട്ട് അവർക്ക് സംവരണം ഉണ്ടായതുകൊണ്ട് അവർക്കത് കിട്ടി, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് അവർക്ക് സംവരണം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് നമ്മൾ ഓർക്കണം. അവരെ ഇപ്പൊ SC/ST ആണെങ്കിൽ പോലും ഇവരെ എല്ലാം പ്രത്യേക ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിളായിട്ട് അവരെ മാറ്റി നിർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സമൂഹത്തിൽ ഇപ്പോഴും അകറ്റി നിർത്തുന്ന ആളുകളുണ്ട്. അത് എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന രഹസ്യങ്ങൾ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ജാതീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് കോളേജുകളിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണെങ്കിലും ജോലി ചെയ്യുന്ന ഇടത്താണെങ്കിൽ പോലും അവൻ പൊലയനാണ്, അങ്ങനെ അവരുടെ ജാതി പേര് വിളിച്ച് അവരെ മാറ്റി നിർത്തുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ഈ സാധനമൊന്നും പോയിട്ടില്ല. സാധനം അവിടെ ഇവിടെ ആയിട്ട് പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം ഉള്ളിലുള്ളൊരു ബോധത്തിനകത്ത് ഈ ഒരു സാധനമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു സാധനം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സാധനം എപ്പോഴും പറഞ്ഞു നടക്കുമല്ലോ, അദ്ദേഹത്തിന്റെ കലകളിലൂടെ ഈ ഒരു രാഷ്ട്രീയം പറയുകയാണ്. അത് അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയായി കണ്ടാൽ മതി. അവരെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ കാണേണ്ട ഒരു ആവശ്യമില്ല. അത് അരികുവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തിൽ ഒരു വില നൽകാത്ത, അല്ലെങ്കിൽ സമൂഹം അവരെ ദരിദ്രവാൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി അവരെ ചവിറ്റുകുട്ടികൾ കളയുന്ന ആളുകളെയാണ് വേടൻ ചേർത്ത് നിർത്താൻ നോക്കുന്നത്. അങ്ങനെ കണ്ടാൽ മതി. എന്തിനാണ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ SC/ST എല്ലാവരും ഈ രീതിയിൽ അവർ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് ഉയർന്ന നിലയിൽ പോകുന്ന ആളുകളുണ്ട്, നല്ല ജോലി വാങ്ങി നല്ല ജീവിതശൈലിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയല്ല. ഒരു 50% 60% മേലുള്ള ആളുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അരികുവൽക്കരിക്കപ്പെട്ടവർ തന്നെയാണ്. ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ പിൻബലത്തോടെ വേണം പോകാൻ. പോയി കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. നാളെ വോട്ടിന് വരുമ്പോൾ നിനക്ക് ഇത് തന്നില്ലേ എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ ഇവിടെ ഈ ജാതി വെച്ച് കളിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ജാതി വെച്ച് കളിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജാതി വെച്ചാണ് അവർ കളിക്കുന്നത്. ജാതിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും ഓരോ സ്ഥലത്തും ജാതിയുടെ പേര് തിരിച്ചിട്ടായിരിക്കും ഇവർ രാഷ്ട്രീയം കളിക്കുന്നത്. ഇപ്പോൾ ഒരു വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇവൻ എൻ്റെ ജാതിയിൽപ്പെട്ടവനാണ്, ഇത് നമ്മുടെ ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വോട്ട് ചോദിക്കാൻ പോകുന്നത്. ഈ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ആദ്യമേ ജാതി സംവിധാനം നിർത്തേണ്ടത്. ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിച്ചു കൊടുക്കുന്ന രീതിക്കപ്പുറത്തേക്ക് ഈ സംവരണം കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. ഈ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സീറ്റ് കൊടുക്കത്തില്ലെന്നേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംവരണ സീറ്റുകൾ മാത്രമേ ഇവർ മത്സരിക്കുന്നുണ്ട്. ബാക്കി എത്ര ജനറൽ സീറ്റിൽ ഒരു സംവരണ സീറ്റ് ഒരു SC/ST കാരനെ മത്സരിപ്പിക്കും?
ആരും മത്സരിപ്പിക്കത്തില്ല. സംവരണ സീറ്റിലുള്ളതിനെ സംവരണ സീറ്റിൽ മാത്രമേ മത്സരിപ്പിക്കുന്നുള്ളൂ. അവൻ അത്രയും കാലം കാത്തിരിക്കേണ്ടതാണ്. അവന് കഴിവുണ്ടെങ്കിൽ പോലും അവനെ മത്സരിപ്പിക്കുന്നില്ല. പിന്നീട് അവനൊരു സംവരണ സീറ്റ് കൊടുത്ത് അവനെ ഒതുക്കുകയാണ്. അപ്പം ഈ സംവരണ സീറ്റും ഇല്ലായിരുന്നെങ്കിൽ ഇവർ എങ്ങും എത്തിപ്പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിന് അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ സംവരണം കൊണ്ടുവന്നത്. അപ്പം BR അംബേദ്കറെ പോലുള്ള ആളുകൾ കൃത്യമായി അവരെ വീക്ഷണത്തിലൂടെ കണ്ട് ഇത്രയും നാളും എത്ര കൊല്ലമായി, ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് ചർച്ചയാവുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനെയുള്ള ജനത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം.